എങ്ങനെയാ അപ്പോ തുടക്കം ഏത് വണ്ടിയിലായിരുന്നു? ഈ വണ്ടികളോടുള്ള പ്രണയം തുടങ്ങിയപ്പോ ഏതൊക്കെ സ്വന്തമാക്കാൻ പറ്റി, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഒരു ലാൻഡ് ക്രൂസർ ഉണ്ട്, LC80 സീരീസ് ആണ്, റൈറ്റ്. അതിപ്പം ലൈക്ക് നമ്മളുടെ കസ്റ്റംസിന്റെ ഇഷ്യൂ ആയിട്ട് സീസ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ അത് ആക്ച്വലി നമ്മളുടെ ഫോർജ്ഡ് ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമ്പോർട്ട് അല്ല എന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് ഒബ്വിയസ്ലി ഇനി കുറച്ച് ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശില്പ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പറേഷൻ നമ്മളെല്ലാരും കേട്ടതാണ്. കുറെ സെലിബ്രിറ്റീസിന്റെ പേര് വന്നു, നമ്മളിങ്ങനെ വാർത്തകൾ കൊടുക്കുന്നു, ആ സെലിബ്രിറ്റീസിന്റെ കൂടെ നമ്മുടെ ഒരു പെങ്ങച്ചും കൂടെ വരുന്നു. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം അതിനെ ആ ഒരു കേസ് വന്ന സമയത്തുള്ള? ആക്ച്വലി നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിരുന്നു ആ ടൈം. ഞാൻ BP ഒക്കെ ഡൗൺ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയി. ഭയങ്കര സ്ട്രെസ്, കാരണം നമ്മള് ഫുൾ ഇൻവെസ്റ്റ്മെന്റ് അതിലാണ്. 15 lakhs കാറാണ്. അപ്പൊ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് അതിലാവുമ്പോഴത്തേക്കും ടോട്ടലി ഞാൻ ഇങ്ങനെ ആ കസ്റ്റംസ് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോ പറഞ്ഞു അത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്ന ഞാന് ഒരു ആക്സസറി ഷോപ്പ് തുടങ്ങി, ഓഫ് റോഡ് ടയേഴ്സ് ഒക്കെ. അപ്പൊ അതിന്റെ ഒരു ഡെലിവറിക്ക് നിന്ന ടൈമിലാണ് എനിക്ക് ഇങ്ങനെ കോള് പറഞ്ഞത്, വണ്ടിക്ക് ഡോക്യുമെന്റ്സ് ഫോർജ്ഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ കേട്ടി, ഇല്ല ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഇല്ല. പിന്നെ ലൈക്ക് വിത്തിൻ സെക്കൻഡ്സ് വീട്ടിൽ വരുന്നു. ബിക്കോസ് എന്റെ വീട്ടുകാർ ആരും ഇതിലോട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. അവര് വണ്ടി പോലും ഇല്ല, സീരിയസ്ലി കാർ ഇല്ല അവർക്ക്. അപ്പൊ അവരുടെ അടുത്ത് ഇതൊക്കെ ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തകർന്നു. അപ്പൊ അച്ഛൻ ആക്ച്വലി ഫെയിന്റിങ് ഉണ്ടായി, പിന്നെ അമ്മയ്ക്കും അച്ഛനും ആക്ച്വലി ഹാർട്ട് പേഷ്യൻസാ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഞാൻ വന്നു, അവരുടെ അടുത്ത് സംസാരിച്ചു. അത് കുറച്ച് ലൈക്ക് നമുക്ക് കുറച്ച് ലൈക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതിനുശേഷം വന്നു. അപ്പൊ പിന്നെ ഫേസ് ചെയ്യാന്നുള്ളൊരു ഇത് കിട്ടി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഒരു 1 week സത്യത്തിൽ നമുക്ക് ആ കേസ് ഒന്ന് മനസ്സിലാകണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുത്തല്ലേ? എന്തിനാണ് നമ്മള് കാരണം ഒരു ദിവസം രാവിലെ ഒരു ഇതും ഇല്ലാതെ ഒരു ദിവസം രാവിലെ വന്നത്. അതും വന്നതൊക്കെ ഇങ്ങനെ ഭൂട്ടാൻ വാഹന അത് സ്റ്റിൽ എനിക്കിപ്പോ ഓർമ്മയുണ്ട്. ഈ ആക്ച്വലി ഇഷ്യൂ നടന്ന സമയത്ത് എന്റെ കുറെ ഫോട്ടോ വീഡിയോ വെച്ച്, ഇത് ചുമ്മാ നമ്മളുടെ കുറെ ശത്രുക്കളൊക്കെ ഉണ്ടാവും, അവര് ഫോട്ടോയും വീഡിയോ ഒക്കെ വെച്ച് റീൽസ് ഒക്കെ ഉണ്ടാക്കും, ആഘോഷിച്ച്. അപ്പൊ ഞാൻ അതിന്റെ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുമ്പോ ഒരു പോലീസിന്റെ മെസ്സേജ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഫോൺ, എടാ ആ ഭൂട്ടാന് വണ്ടിയുള്ള കൊച്ചിന്റെ ഒരു കംപ്ലൈന്റ്. അപ്പൊ ലൈക്ക് പോലീസുകാരെ വിചാരിക്കുന്നത് അത് ഭൂട്ടാൻ തന്നെയാന്നുള്ളത്. ഇപ്പോഴും എല്ലാരും പറയും ഭൂട്ടാൻ തന്നെ ഭൂട്ടാൻ. പക്ഷെ ലൈക്ക് നമുക്ക് ആ ഡോക്യുമെന്റ്സ് കിട്ടിയപ്പം ഒരു സമാധാനമായിരുന്നു. ഇപ്പൊ ഫുൾ പ്രോസസ് കഴിഞ്ഞു. അതെ, അത് നമുക്ക് മാറി. അതെ, നമ്മുടെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ലൈക്ക് കുറച്ച് ദിവസത്തിന് റിലീസ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ വണ്ടി ഇഷ്ടമുള്ളവർക്ക് അവരവരുടെ വണ്ടി അങ്ങനെ തന്നെയാണോ? നമ്മളുടെ ലൈക്ക് ഒരു പാർട്ട്ണറെ പോലെ തന്നെയാണ് വണ്ടി. അത് നമ്മളുടെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോ ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാവും. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് എന്ത് വന്നാലും അതിനെ ഇങ്ങനെ പോസിറ്റീവായി എടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ കേസ് വന്നപ്പോ കുറെ കൂടി ആളുകൾ കൂടിയോ? സ്ട്രെസ് ആയിരുന്നു, പക്ഷെ അത് ഓവർകം ചെയ്ത് ഈ സിറ്റുവേഷനിൽ നിന്ന് അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോ എല്ലാവർക്കും ഇൻഫ്ലുവൻസ്ഡ് ആയി. കാരണം ഒരു ഡെഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നില്ലല്ലോ. കുറെ പേര് ഇത് വന്ന സമയത്ത് അവരെന്ത് ചെയ്ത് ബാക്ക് ഔട്ട് ചെയ്ത് നമ്മൾ മീഡിയാസിന്റെ മുന്നിൽ വരണ്ട എന്നുള്ള ഒരു ഡിസിഷൻ. എനിക്ക് ആ മുഖം ഓർമ്മയുള്ള എന്താണോ, വളരെ കൂളായിട്ട് വന്നിട്ട് സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെയായിരുന്നു സംസാരം. വൈറ്റ് എല്ലാം നമ്മൾ കാണുമ്പോ ശില്പയുടെ വൈറ്റ് സത്യത്തിൽ ഇതിന് എല്ലാ പേപ്പറൊക്കെ ഉണ്ട്, ഇത് ഞാൻ അഞ്ചാമത്തെ ഓണറാണ് ഞാൻ, അങ്ങനെയല്ലായിരുന്നു ബൈക്ക്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ചെറിയ പെൺകുട്ടി വന്ന ബൈക്കിന് മുമ്പിൽ ഒരു കൂളായിട്ട് പറയണം, എനിക്ക് എന്റെ വണ്ടിക്ക് ഞാൻ ഓക്കെയാണ്. പക്ഷെ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്തപ്പോ വീണ്ടും നമ്മളൊരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞൊരു ഇത് നമുക്ക് നമുക്ക് അതൊരു പോസിറ്റീവ് ആണല്ലോ, ഫോളോവേഴ്സ് കൂടി എന്നുള്ളത്. ഇത് ഇവനെ കുറിച്ച് പറയൂ. ഇത് ആക്ച്വലി എന്റെ ഫ്രണ്ടിന്റെ ആണ്, നമ്മളുടെ ഓഫ് റോഡ് ക്ലബിലുള്ള